നമസ്കാരം. സീനിയർ സിറ്റിസൺ ജീവിതത്തിൽ കർത്തവ്യങ്ങളെല്ലാം നിറവേറ്റി വിശ്രമ ജീവിതത്തിലേക്ക് കടക്കുന്ന ഒരു സ്റ്റേജാണ് സീനിയർ സിറ്റിസൺഷിപ്പ്. സാമൂഹ്യ സുരക്ഷിതത്വം ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു ഘട്ടം കൂടിയാണ് സീനിയർ കാലം. ഈ സീനിയർ ജീവിതം മനോഹരവും സുരക്ഷിതവുമാക്കുന്നതിന് നമ്മുടെ ഭരണഘടന രാഷ്ട്രത്തോട് ആവശ്യപ്പെടുന്നു. ഇതിലേക്കായി നമ്മുടെ രാജ്യം ആദ്യ ചുവട് വയ്ക്കുന്നത് 2007 നമ്മുടെ ഭരണഘടന നിലവിൽ വന്ന് 60 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം 2007 സീനിയർ സിറ്റിസൺസ് ആക്ട് പാസാക്കിക്കൊണ്ടാണ് പാർലമെന്റ് ഈ വിഷയത്തിൽ ഒരു മുന്നേറ്റം നടത്തിയത്. പിന്നീട് ഈ ആക്ടിലെ വ്യവസ്ഥകൾ പ്രകാരം നിരവധി മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചിട്ടുണ്ട്. സർക്കാർ നിരവധി ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ചു. 2009 ആക്ട് ഭേദഗതി ചെയ്ത് കൂടുതൽ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി. സുപ്രീം കോടതിയും ഹൈക്കോടതിയും സീനിയർ സിറ്റിസന് അനുകൂലമായ നിരവധി വിധികൾ പുറപ്പെടുവിച്ചു. പക്ഷേ ഇതൊന്നും ആരുടെയും ശ്രദ്ധയിൽ വരുന്നില്ല. സീനിയേഴ്സിന്റെ പ്രശ്നങ്ങൾ സമൂഹത്തിൽ വേണ്ട രീതിയിൽ ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നു. എല്ലാവരും സീനിയേഴ്സിന്റെ അവകാശങ്ങളെക്കുറിച്ച് വേണ്ടത്ര ബോധവാന്മാരല്ല. ലീഗൽ പ്രിസം ചാനൽ സീനിയേഴ്സിനെ കുറിച്ചുള്ള 3 വിഷയങ്ങളാണ് ഇതുവരെ ഉയർത്തിക്കാട്ടിയത്. ഇതിന് നല്ല റീച്ച് ഉണ്ടായി. അതായത് ഇത് കൂടുതൽ പേരിലേക്ക് ഷെയർ ചെയ്യപ്പെട്ടു. കൂടുതൽ പേർ സീനിയേഴ്സിനെ ശ്രദ്ധിച്ചു. കൂടുതൽ പേർ സീനിയേഴ്സിനെ കുറിച്ച് ചിന്തിച്ചു. നിരവധി അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കപ്പെട്ടു. ഇനിയും സീനിയേഴ്സിനെ കുറിച്ച് നമ്മുടെ സമൂഹം അറിയേണ്ടതായ, ചർച്ച ചെയ്യേണ്ടതായ നിരവധി കാര്യങ്ങൾ ഇവിടെ പറയാനുണ്ട്. അതെല്ലാം ഇരുട്ടുമുറിയിൽ പൊടിപിടിച്ചിരിക്കാതെ പുറം ലോകത്തോട് വിളിച്ചു പറയാനാണ് ലീഗൽ പ്രിസം ശ്രമിക്കുന്നത്. അതിന് എനിക്ക് എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ഇന്നത്തെ യുവതയാണ് നാളത്തെ സീനിയേഴ്സ്. സീനിയേഴ്സിന്റെ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടത് ചെറുപ്പക്കാരുടെ കൂടി ഉത്തരവാദിത്തമാണ്. സീനിയേഴ്സിന്റെ ജീവിതം കൂടുതൽ വെല്ലുവിളികൾ നിറഞ്ഞതാണ്. ശാരീരികവും മാനസികവും സാമൂഹികവും സാമ്പത്തികവുമായ വെല്ലുവിളികൾ. ഈ വെല്ലുവിളികളെ അതിജീവിച്ച് ജീവിതം എങ്ങനെ കൂടുതൽ മനോഹരവും സന്തോഷപ്രദവുമാക്കി മാറ്റാം എന്നതാണ് സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയം. സീനിയേഴ്സിന്റെ വിഷയങ്ങൾ പഠിക്കുകയും പരിഹാരം കണ്ടെത്തുകയും ചെയ്യുന്നതിന് സർക്കാരിന് ഒരു പ്രത്യേക വകുപ്പ് തന്നെയുണ്ട്, സാമൂഹ്യ നീതി വകുപ്പ്. ഈ വകുപ്പ് വഴി നിരവധി പദ്ധതികൾ നടപ്പിലാക്കി വരുന്നുണ്ട്. സീനിയേഴ്സിന്റെ മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തീർപ്പാക്കുന്നതിന് മെയിൻ്റനൻസ് ട്രിബ്യൂണലുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ട്രിബ്യൂണലുകളിൽ നിരവധി പ്രശ്നങ്ങളാണ് എത്തുന്നത്. ഇത് പരിഹരിക്കുന്നതിന് കോടതികൾക്ക് സമാനമായ നടപടിക്രമങ്ങളാണുള്ളത്. അത് കാലതാമസത്തിന് ഇടയാക്കുന്നതാണ്. ആയതിനാൽ സർക്കാർ ഇപ്പോൾ ഒരു കമ്മീഷൻ രൂപീകരിക്കാൻ ഉദ്ദേശിക്കുകയാണ്. സീനിയർ സിറ്റിസൺസ് കമ്മീഷൻ. ഒരു ഫോൺ കോളിലൂടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനും പരിഹാരം സത്വരമായി കണ്ടെത്താനും വേണ്ടി ഒരു സീനിയർ സിറ്റിസൺസ് കമ്മീഷൻ. വനിതകളുടെ ക്ഷേമത്തിന് വനിതാ കമ്മീഷൻ, കുട്ടികളുടെ ക്ഷേമത്തിന് ബാലാവകാശ കമ്മീഷൻ, അതുപോലെ വിവരാവകാശ കമ്മീഷൻ, മനുഷ്യാവകാശ കമ്മീഷൻ. ഇതേ രീതിയിൽ സീനിയേഴ്സിന്റെ കാര്യങ്ങൾ നോക്കാൻ ഒരു കമ്മീഷൻ, സീനിയർ സിറ്റിസൺസ് കമ്മീഷൻ. ഈ ആശയം മുന്നോട്ട് വെച്ചത് റവന്യൂ വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥനായ ശ്രീ ചന്ദ്രദാസ് എന്നയാളാണ്. ഈ നിർദ്ദേശം ഇപ്പോൾ നിയമമാക്കി മാറ്റാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. കേരള സംസ്ഥാനത്തെ സീനിയേഴ്സിന് മാത്രമായി ഒരു നിയമം നിർമ്മിക്കുകയാണ് ഇപ്പോൾ. 2007 ആക്ട് ഉണ്ടല്ലോ എന്നൊരു പക്ഷേ നമുക്ക് സംശയം തോന്നാം. സീനിയേഴ്സിന്റെ വിഷയം ഭരണഘടനയിൽ കൺകറന്റ് ലിസ്റ്റിലാണ് വരുന്നത്. അതുകൊണ്ട് കേന്ദ്രത്തിനും അതുപോലെ സ്റ്റേറ്റിനും നിയമനിർമ്മാണം സാധ്യമാണ്. സീനിയർ സിറ്റിസണിൽ മാത്രമായി ഒരു നിയമമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കേന്ദ്ര നിയമത്തിൽ പാരന്റ്സിനെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ നിയമത്തിന്റെ പേര് ദ കേരള സീനിയർ സിറ്റിസൺസ് ആക്ട് 2023. ഇതിനുള്ള ബിൽ ലോ റിഫോംസ് കമ്മീഷൻ തയ്യാറാക്കി സമർപ്പിച്ചു കഴിഞ്ഞു. ഈ ബില്ലിൽ ധാരാളം നല്ല കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. An act for the protection, welfare and social security of senior citizens and to promote trust and respect towards them and for inspiring confidence in them by utilizing their knowledge, skill, capability and experience inherent in them എന്നാണ് നിയമത്തിന്റെ പ്രീആംബിളിൽ പറയുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ജോയിന്റ് ഫാമിലി സിസ്റ്റത്തെക്കുറിച്ച് പറഞ്ഞിരുന്നില്ലേ? കൂട്ടുകുടുംബ സമ്പ്രദായം നിലച്ചു പോയതാണ് സീനിയേഴ്സിന് വളരെ കടുത്ത പ്രതിസന്ധിക്ക് കാരണമായത്. മക്കളെല്ലാം തൊഴിൽ തേടി ദൂരസ്ഥലങ്ങളിലേക്ക് പോകുന്നതും സീനിയേഴ്സിന് ഒറ്റപ്പെടലിന് കാരണമായി. സീനിയേഴ്സ് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അവർക്ക് ഡിജിറ്റൽ യുഗത്തിലേക്ക് മാറാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ്. 2005 എന്ന കട്ട് ഓഫ് ഡേറ്റ് വെച്ച് നോക്കുമ്പോൾ 2005 ശേഷം ജനിച്ചവരെല്ലാം ഡിജിറ്റൽ യുഗത്തിൽ ജനിച്ചവരാണ്, ഡിജിറ്റൽ സിറ്റിസൺ. 2005 മുൻപേ ജനിച്ചവരെല്ലാം ഡിജിറ്റൽ യുഗത്തിലേക്കുള്ള മൈഗ്രൻസ് ആണ്, അതായത് ഡിജിറ്റൽ യുഗത്തിലേക്കുള്ള കുടിയേറ്റക്കാരാണ്. 1960 മുൻപേ ജനിച്ചവർ കുടിയേറ്റം പോലും നടത്താൻ കഴിയാതെ അന്യവൽക്കരിക്കപ്പെട്ട അവസ്ഥയിലാണ്. അവരിൽ ഡിജിറ്റൽ സിറ്റിസൺസ് വളരെ കുറവാണ്. 1950 മുൻപ് ജനിച്ചവരുടെ കാര്യമെടുത്താൽ അവർ പരിപൂർണമായി ഡിജിറ്റൽ സിറ്റിസൺഷിപ്പിനു വെളിയിലാണ്. അവർക്ക് ഡിജിറ്റൽ ടെക്നോളജി ഉപയോഗിച്ചുള്ള ജീവിതക്രമം അറിയില്ല. ഇന്ന് ഡിജിറ്റൽ യുഗം നമ്മളെ വരിഞ്ഞു മുറുകിയിരിക്കുകയാണ്. ഡിജിറ്റൽ മീഡിയയുടെ ലോകത്തിന്റെ പ്രത്യേകത സ്പീഡാണ്. ഈ സ്പീഡിനൊപ്പം കുതിക്കാൻ സീനിയേഴ്സിന് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ
സമൂഹത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അവർക്ക് ശരിയായ ധാരണ കിട്ടാതെ പോകുന്നു. ഡിജിറ്റൽ യുഗത്തിലെ ജീവിതവുമായി ഒത്തു മുന്നേറാൻ കഴിയാതെ ഒറ്റപ്പെട്ട തുരുത്തുകളിൽ അകപ്പെട്ടു പോവുകയാണ് സീനിയേഴ്സ്. ഇതിനുള്ള പരിഹാരവും ആക്ടിൽ കാണുന്നു. സീനിയേഴ്സിന് വേണ്ടിയുള്ള കെയർ സെന്ററുകൾ, കൂടാതെ ഡേ സർവീസ് സെന്ററുകൾ എന്നിവയാണ് ഈ നിയമത്തിന്റെ ഹൈലൈറ്റ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ നിയമത്തിൽ വിഭാവന ചെയ്തിട്ടുള്ള സീനിയർ സിറ്റിസൺ പാർക്കുകളാണ്. സീനിയേഴ്സ് എന്നത് രണ്ടാം ബാല്യമാണ്. ബാല്യത്തിൽ നമ്മൾ ചിൽഡ്രൻസ് പാർക്കിൽ എപ്രകാരമാണോ ആസ്വദിച്ചത്, അതുപോലെ സീനിയേഴ്സിന് എൻജോയ് ചെയ്യാൻ കഴിയുന്ന ഒരു ഇടമാണ് സീനിയേഴ്സ് പാർക്കുകൾ. പാലക്കാട് കോട്ടമൈതാനം പാർക്കിൽ സജ്ജീകരിച്ചിട്ടുള്ള ഓപ്പൺ ജിം സീനിയേഴ്സ് വളരെ കൗതുകത്തോടെ ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സീനിയേഴ്സ് വീടിന്റെ അടച്ച മുറികൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടാനുള്ളവരല്ല എന്നാണ് നിയമം പറയുന്നത്. സീനിയർ സിറ്റിസൺ പാർക്ക് മീൻസ് എ വെൽക്കമിംഗ് പബ്ലിക് സ്പേസ് established for senior citizens, offering age-friendly design and programming opportunities for low-impact physical activities, as well as settings for social and cultural interactions, including recreational activities intended to relieve stress, increase fitness, and for wellness to them എന്നാണ് നിയമത്തിൽ പറയുന്നത്. സീനിയേഴ്സിന് മാനസിക പിരിമുറുക്കം കുറയ്ക്കുന്നതിനും റീക്രിയേഷനും ആരോഗ്യസ്ഥിതി പരിപോഷിപ്പിക്കുന്നതിനും മറ്റ് കൾച്ചറൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നതിനും ഇത്തരം പാർക്കുകൾ ഉപയോഗിക്കാം. ഇതിനെല്ലാം ഉപരിയായി സീനിയേഴ്സ് ക്ലബ്ബുകൾ നിയമത്തിൽ വിഭാവന ചെയ്യുന്നു. സീനിയർ സിറ്റിസൺ ക്ലബ് മീൻസ് എ ക്ലബ് എസ്റ്റാബ്ലിഷ്ഡ് ഫോർ ഓർ ബൈ സീനിയർ സിറ്റിസൺസ് ഫോർ റീക്രിയേഷൻ, എന്റർടൈൻമെന്റ് ഓർ ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ദെയർ റൈറ്റ്സ് ആൻഡ് ഇൻട്രസ്റ്റ്. ഈ ക്ലബ്ബുകൾ സീനിയേഴ്സിന്റെ ക്രിയേറ്റിവിറ്റി, എന്റർടൈൻമെന്റ് മാത്രമല്ല, അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും സഹായകമാണ്. സീനിയേഴ്സിന്റെ അവകാശങ്ങൾ തടയുന്നവർക്കെതിരെ സീനിയർ സിറ്റിസനു വേണ്ടിയുള്ള കമ്മീഷനിൽ പരാതി പറയാം എന്നതാണ് മറ്റൊരു സവിശേഷത. അതിൽ കമ്മീഷൻ ഒരു തീരുമാനമെടുക്കും. ആ തീരുമാനം അനുസരിക്കാത്തവരെ ശിക്ഷിക്കാമെന്ന് നിയമത്തിൽ പറയുന്നു. കുടുംബത്തിലെ അംഗങ്ങൾ, ബന്ധുക്കൾ, അവകാശികൾ എന്നിവർക്കെതിരെയാണ് കംപ്ലൈന്റ് നൽകാവുന്നത്. കംപ്ലൈന്റിൽ എടുത്ത തീരുമാനം പ്രസിദ്ധീകരിക്കും. പ്രസിദ്ധപ്പെടുത്തിയ ഉത്തരവ് അനുസരിക്കാത്തവരെ 6 മാസം വരെ ജയിൽ ശിക്ഷയ്ക്ക് വിധേയരാക്കും. സീനിയേഴ്സിന് 1 ലക്ഷം വരെ നഷ്ടപരിഹാരത്തിനും അവസരം ലഭിക്കും. ഇതിനെല്ലാം പുറമെ സീനിയേഴ്സിന് സർക്കാർ മേഖലയിൽ തൊഴിലെടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിന് അവസരം നൽകിയിരിക്കണം എന്നൊരു പ്രൊവിഷൻ കൂടി നിയമത്തിൽ കാണാം. ഇതിന് ചെറിയ എതിർപ്പുകൾ ചെറുപ്പക്കാരുടെ ഭാഗത്തു നിന്നും വരാൻ സാധ്യതയുണ്ട്. ഇതിപ്പോൾ ബിൽ സ്റ്റേജിലാണ് ഉള്ളത്. നമുക്കറിയാം, ബിൽ ജനഹിത പരിശോധന പൂർത്തിയാക്കി നിയമസഭയിൽ ചർച്ച ചെയ്ത് പാസാക്കി അന്തിമമായി പ്രസിദ്ധീകരിച്ചാൽ മാത്രമേ ആക്ടായി പ്രാബല്യത്തിൽ വരൂ. ഇപ്പോൾ ജനഹിതം, അതായത് ജനങ്ങളുടെ അഭിപ്രായം തേടുന്ന സ്റ്റേജിലാണ്. എല്ലാവർക്കും അഭിപ്രായം രേഖപ്പെടുത്താം. ഈ ആക്ട് 2007 കേന്ദ്ര ആക്ടിന് പുറമെയാണ് നടപ്പിലാകുന്നത്. അതായത് ആ നിയമം നൽകുന്ന പ്രൊട്ടക്ഷൻ അവിടെ തന്നെ ഉണ്ട്. അതുകൂടാതെ ഈ ആക്ടിന്റെ പരിരക്ഷയും കൂടി ലഭിക്കുന്നതാണ്. സീനിയേഴ്സിന് വേണ്ടി ഒത്തിരി പറയാനുണ്ട്. അത് മറ്റൊരു സെഗ്മെന്റായി പറയാം. ഈ നിയമത്തിന് ചാലകശക്തിയായ ശ്രീ ചന്ദ്രദാസിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് തൽക്കാലം വിടവാങ്ങുന്നു. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ബൈ. This is Legal Prism, Long Release.